ശ്രീ എ.പി.എം. നിയാസ്, അതാണ് ഓരോ സൈനികന്റെയും അതിർത്തി കാൽക്കുന്ന ഓരോ സൈനികന്റെയും ആത്മബലം ചോരുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പാടില്ല എന്നുള്ളതാണ്. അത് സാധാരണക്കാർ പോലും അത് മനസ്സിലാക്കുന്ന ഈ അവസരത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനാത്മകമായ സ്വരങ്ങൾ ഉയരുകയും അത് ഭാരതവിരുദ്ധ പരാമർശങ്ങളാകുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് വീണ്ടും ആവർത്തിച്ച്, കോൺഗ്രസ് എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത്, എന്തിനാണ് ഇങ്ങനെ ഭാരതവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ളത്. സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള സമചിത്തതയെങ്കിലും കോൺഗ്രസ് കാണിക്കേണ്ടുന്ന ഒരു സമയമല്ലേ ഇത്? രോഹിണി, ഞാൻ മലയാളത്തിലാണ് രോഹിണിയോട് പറഞ്ഞത്. അത് രോഹിണിക്ക് ഒഴിച്ച് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടും. ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷം ഒന്നടക്കം ഇന്ത്യ രാജ്യത്തിനോടൊപ്പമാണ്. ഇന്ത്യയിലേക്ക് വൈദേശിക സഹായത്തോടുകൂടി വന്നിട്ടുള്ള ആക്രമണം, അത് ഇന്ത്യക്കെതിരായുള്ള അക്രമമായി ഞങ്ങളെല്ലാം കാണുന്നു. ഇതിൽ കൂടുതൽ എൻ്റെ ഹൃദയം തുറന്ന് അത് കാണിച്ചാൽ പോലും അത് ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്ന മാനസിക അവസ്ഥയുള്ള ആളുകൾ മറ്റ് പലതും പറയും. ഞങ്ങൾക്ക് ഇന്ത്യയെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഇത് മാത്രമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ് ഇത് ആദ്യമായി ഉണ്ടായ ഒരു കാര്യമല്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ 2014 ഉറി ഉണ്ടായി, 11 പേര് മരിച്ചു. 2016 പാൻകോട്ട് വ്യോമസേന താവളത്ത് അക്രമം ഉണ്ടായി, 7 പേര് മരിച്ചു. 2014 ഉറി അക്രമം ഉണ്ടായി, ഈ നമ്മുടെ തീവ്രവാദി 19 പേര് മരിച്ചു. 2017 അമർനാഥ് തീർത്ഥയാത്രയിൽ 7 പേര് മരിച്ചു. 2019 പുൽവാമയിൽ 41 പേര് മരിച്ചു. റിയാസി തീർത്ഥാടന ആക്രമണത്തിൽ 2024 10 പേര് മരിച്ചു. ഇപ്പോൾ പഹൽഗാമിൽ 28 പേര് മരിച്ചു. ഈ ഓരോ കാര്യത്തിലും, ചെറുതും വലുതുമായ കാര്യത്തിൽ ഞങ്ങൾ ഇന്ത്യയോടൊപ്പമാണ്. പക്ഷേ ഞങ്ങൾ ആലോചിക്കുന്നത്, ഇന്ത്യയിൽ ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ, ഇന്ത്യയിൽ വൈദേശിക ആക്രമണങ്ങളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ഈ തീവ്രവാദികൾ ആക്രമിക്കണമെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷ അത് ഊർജ്ജസ്വലമാക്കണ്ടേ? ഇന്ത്യയുടെ സൈനിക ശേഷി ഊർജ്ജസ്വലമാക്കണ്ടേ? അങ്ങനെ ആക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളാരും അല്ലല്ലോ പറഞ്ഞത്. G.D. ബക്ഷി എന്ന് പറഞ്ഞ മേജർ ജനറൽ ഇപ്പോൾ ഇവിടെ ഒരു പട്ടാള ഉദ്യോഗസ്ഥർ ചർച്ചയിൽ പങ്കെടുത്തല്ലോ, മുൻ റിട്ടയർ. അതേപോലെ തന്നെ അങ്ങേപോലെ തന്നെ ഈ രാജ്യത്തിന് വേണ്ടി മേജർ ജനറലായിരുന്ന G.D. ബക്ഷി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഈ ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 1,80,000 പേരുടെ സൈനികരുടെ ഒഴിവുകളാണ് ഇന്ത്യയുടെ സൈന്യത്തിലെ കരസേനയിൽ ഉള്ളതെന്നാണ്. ഇന്ത്യയിൽ 10,000 ആളുകളുടെ ഓഫീസർമാരുടെ ഒഴിവുകളുണ്ട് എന്ന് ഇവിടെ വ്യക്തമാക്കപ്പെട്ടു. ഇതിന് ഉത്തരവാദികൾ ആരാണ്? ഇന്ത്യയിൽ ഏറ്റവും തന്ത്രപ്രധാന മേഖലയിൽ നിന്നും സൈനികരുടെ എണ്ണം കുറവ് വന്നാൽ അത് ശത്രു രാജ്യങ്ങൾക്ക് ഗുണമാണ്. അത് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം ഉണ്ടാകും, അക്രമം ഉണ്ടാകും. അതിനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുവാൻ വേണ്ടി 2 വർഷം മുമ്പ് ഇന്ത്യയുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി 2 വർഷം മുമ്പ് പറഞ്ഞു, സൈന്യത്തെ ശക്തമാക്കുകയാണ് നമ്മുടെ ആവശ്യം. അല്ലാതെ സൈന്യത്തിൽ 4 വർഷത്തേക്കുള്ള താൽക്കാലിക കൂലിപ്പട്ടാളത്തെ വെക്കലല്ല, ട്രെയിൻഡായ ഉദ്യോഗസ്ഥരെ വെക്കണം. സർക്കാർ ഏറ്റവും ശക്തം, നമുക്കെല്ലാവർക്കും അറിയാലോ, 7ാം കപ്പൽപ്പട, ഈ അമേരിക്കയുടെ 7ാം കപ്പൽപ്പട വന്നപ്പോൾ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, കപ്പൽപ്പടയെ അയക്കാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, തിരിച്ചു പോകണോ വേണ്ടതെന്ന് എൻ്റെ രാജ്യം തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അന്ന് ഇത്രയൊന്നും സൈനിക ശക്തി ഇന്ത്യക്ക് ഇല്ലാതിരുന്ന കാലത്ത് പോലും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി. ചൈനയോടും പാകിസ്ഥാനോടും ഒക്കെ അതിശക്തമായ നിലപാടെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. താങ്കൾ ഈ വെല്ലുവിളിക്കുന്ന സൈനിക ശക്തിയുടെ പിൻബലത്തിലാണ് 2015 ശേഷം എവിടെയൊക്കെ പാകിസ്ഥാൻ ആക്രമിച്ചോ അവിടെയൊക്കെ തിരിച്ചടി നൽകിയത് എന്നുള്ളത്. അതിന് മുൻപുള്ള പ്രധാനമന്ത്രിമാർ എത്ര അനുവാദം നൽകി എന്നുള്ളത് സൈനിക മേധാവികളടക്കം വ്യക്തമാക്കിയതാണ്. തിരിച്ചടിക്കാൻ ആത്മബലം നൽകുന്ന ഒരു നടപടിയും മുംബൈ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ പോലും മൻമോഹൻ സിംഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ അല്പം ലാഘവത്തോടുകൂടി കാണാൻ, അല്ലെങ്കിൽ പാകിസ്ഥാന് മേൽ ഒരു സമ്മർദ്ദവും ചെലുത്താനുള്ള ഒരു പ്രവണതയും അന്ന് ഉണ്ടായില്ല എന്നുള്ളതും വ്യക്തമാണ്.